എനിക്ക് രാവിലെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടത് നല്ല തിരക്കെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. പറയാൻ വന്ന കാര്യം വരുന്നില്ല. എൻ്റെ കുഞ്ഞനിയന്മാർ കുറേ പിള്ളേർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും, ചേട്ടാ ഈ വണ്ടി ഫീൽഡിലോട്ട് ചെയ്യണം എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വന്നതെന്ന് ചോദിക്കും. ഞാൻ പറയാം മക്കളെ, എൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു 17-16 വയസ്സിലെ ഞാൻ ഒറ്റപ്പെട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു. ആ ഒരു സമയത്ത് ഒറ്റപ്പെട്ടെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ആ സമയത്ത് എനിക്ക് സങ്കടവും കാര്യങ്ങളും വിഷമവും നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും ഒറ്റയ്ക്ക് നടക്കുന്നു, ഒറ്റയ്ക്ക് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ലൈഫ്, ആ ഒരു ലൈഫായിരുന്നു എൻ്റേത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ആ ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ ആ ഒരു അന്നത്തെ സമയത്ത് എന്നെ ചേർത്ത് പിടിക്കാനും അല്ലെ എനിക്കിഷ്ടം അല്ലെ എൻ്റെ കൂടെ നിൽക്കാനും കുറേ വണ്ടിപ്രാന്തന്മാരുണ്ടായിരുന്നു. ആ ഒരു ഇതിപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു 10-12 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അതിപ്പം ആ സമയത്തൊന്നും ഞാൻ ഈ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ എന്നെ ഇപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മിണ്ടുന്നുണ്ട്. കുറേ പേരെന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട്, അതായത് ഈ കഴിഞ്ഞിടയ്ക്കും കൂടെ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ എന്നെ കണ്ട് മിണ്ടുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്കതുകൊണ്ടൊക്കെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടന്നാൽ ലൈഫ് എന്നാന്നും ജീവിതം എന്നാന്നും ആരെ കൂടെ നിൽക്കുമെന്ന് എന്തുണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അല്ലാതെ ഒരുമിച്ച് കൂട്ടം കൂടി നടന്നാലേ ഒരിക്കലും ഒരു കാര്യവും മനസ്സിലാകത്തില്ല. ഒറ്റപ്പെട്ട് എന്നാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഒറ്റപ്പെടലെന്ന് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഒറ്റപ്പെട്ട് പോലെ അങ്ങനെ അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ലൈഫെന്ന് പറയുന്ന സാധനമില്ലേ, ഒരു തവണയെങ്കിലും ഒറ്റപ്പെട്ടാലേ മനസ്സിലാവും. പിന്നെ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി ഫോളോസൊന്നുമില്ല, നിങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചങ്കും എല്ലാം.